നമസ്കാരം. കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയിൽ ഭിന്നതകൾ. അരവിന്ദ് കേജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ അഴിമതി കേസിൽ ജയിലിലായതും സിഖ് ഭീകരിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണവും സ്വാതി മാലിവാൾ MP-യെ കേജ്രിവാളിന്റെ വീട്ടിൽ മർദ്ദിച്ച സംഭവവും AAP-യിൽ ഭിന്നതകൾ രൂക്ഷമാക്കി. അഴിമതി അടിച്ച് തുടക്കാൻ ചൂലും കയ്യിലെടുത്ത് ജനത്തിന് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ AAP പാർട്ടി 10 വർഷം കൊണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം നിലം പൊത്തുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. കേജ്രിവാളിന്റെ നേതൃത്വം തെറ്റായ പാതയിലാണെന്നാണ് AAP-യിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ കേജ്രിവാളിന് സ്വാധീനമില്ലാത്ത പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാന്റെ നേതൃത്വത്തിൽ ആപ്പിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും സജീവമായെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അധികാരം കേജ്രിവാളിനെ തീർത്തും സ്വേച്ഛാധിപതിയാക്കിയതായി ആപ്പിലെ അതൃപ്തർ പറയുന്നു. പദവികൾ ഇഷ്ടക്കാർക്ക് വീതം വെച്ച് നൽകി വരുന്ന കേജ്രിവാളിന്റെ പതിവ് ശൈലിയാണ് രാജ്യസഭാ MP-യായ സ്വാതിയെ മർദ്ദിക്കുന്നതിലേക്ക് വരെ എത്തിക്കുന്നത്. കേജ്രിവാളിന് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്ന മനു അഭിഷേക് സിംഗ്വിക്ക് വേണ്ടി സ്വാതിയോട് രാജ്യസഭാംഗത്വം രാജിവെക്കാൻ കേജ്രിവാൾ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന് സ്വാതി തയ്യാറാവാതെ വന്നതോടെ കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വാതിയെ അധികാര ധാർഷ്ട്യത്തിൽ തല്ലിച്ചതക്കുകയായിരുന്നു. കേജ്രിവാളിന്റെ PA വൈഭവ് കുമാറിൽ നിന്ന് രാജ്യസഭാ MP സ്വാതി മാലിവാൾ നേരിട്ടത് ക്രൂര മർദ്ദനമാണെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്. പലതവണ തല്ലുകയും ചവിട്ടുകയും ചെയ്തുവെന്നും സഹായത്തിനായി നിലവിളിച്ചപ്പോൾ ആരും എത്തിയില്ലെന്നും സ്വാതി മാലിവാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വ്യാഴാഴ്ച രാത്രി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് വൈഭവ് കുമാറിനെതിരെ കേസ് എടുക്കുകയും കേജ്രിവാളിന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന അയാളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. വൈഭവ് കുമാർ മുഖത്ത് പലതവണ അടിച്ചതായും ഷർട്ട് പിടിച്ചു വലിച്ചതായും നെഞ്ചിലും അടിവയറ്റിലും ആവർത്തിച്ച് ചവിട്ടിയതായും FIR-ൽ പറയുന്നു. മുടിയിൽ പിടിച്ചു വലിച്ച് മുറിയിലൂടെ സ്വാതിയെ വലിച്ചിഴക്കുക വരെ ചെയ്തു. ഇതാണോ കേജ്രിവാളിന്റെ സ്ത്രീ സുരക്ഷ എന്നാണ് ഡൽഹിയിലെ ജനം ഇന്ന് ചോദിക്കുന്നത്. ഇതിൽ എന്താണ് തെറ്റ്? പലവട്ടം അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്ത വൈഭവ് കുമാറിനെ ആപ് നേതൃത്വം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനാൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ ഈ തരത്തിലുള്ള ഒരു കുറ്റവാളിക്ക് അഭയം നൽകിയത്. തുടർന്ന് സ്വാതിയാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന തരത്തിൽ പ്രചാരണം നടത്തുക കൂടി ചെയ്തതോടെയാണ് ആപ്പിനുള്ളിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അതൃപ്തി രൂക്ഷമായിരിക്കുന്നത്. സ്വാതിയുടെ സ്ഥലത്തെ ആപ്പ് ഘടകങ്ങൾ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞുപോയത് കേജ്രിവാളിനെ തീർത്തും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ സ്വാതി മാലിവാളും രാഘവ് ചദ്ദയും അടക്കമുള്ള MP-മാർ സമരരംഗത്ത് ഇറങ്ങിയിരുന്നില്ല. ഇതാണ് കേജ്രിവാളിനെ രോഷാകുലനാക്കിയത്. അഴിമതി കേസിൽ കേജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകാത്തവരെ പാർട്ടിയിൽ നിന്ന് വെട്ടിനിർത്താനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി. എന്നാൽ 1.5 വർഷമായി ജയിലിൽ കഴിയുന്ന ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് വേണ്ടി കേജ്രിവാൾ യാതൊന്നും ഇതുവരെ ചെയ്യുന്നില്ല എന്ന ആക്ഷേപം മറുവിഭാഗത്തിനുമുണ്ട്. സംഭവത്തിൽ മന്ത്രി അതിഷിയുടെ പ്രസ്താവനകൾ ഒന്നടങ്കം തെറ്റാണെന്നാണ് കേജ്രിവാൾ വിരുദ്ധർ പറയുന്നത്. ഡൽഹി മന്ത്രിമാരായ അതിഷിയും സൗരഭ് ഭരദ്വാജും മാത്രമാണ് നിലവിൽ കേജ്രിവാളിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളത്. മറ്റ് നേതാക്കൾ ഒന്നടങ്കം പാർട്ടിയുടെ പോക്കിൽ അതൃപ്തരായി മാറി നിൽക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കേജ്രിവാൾ ജയിലിൽ പോയപ്പോൾ ഭാര്യയായ സുനിത കേജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചതോടെയാണ് പാർട്ടിക്കുള്ളിലെ ഭിന്നത രൂക്ഷമാകുന്നത്. പിന്നീട് ഉദ്യമത്തിൽ നിന്ന് കേജ്രിവാൾ പിൻവാങ്ങുകയായിരുന്നു. ഇതോടെയാണ് രാജിവെക്കാതെ ജയിലിൽ കിടന്നും മുഖ്യമന്ത്രിയായി തുടരുമെന്ന പ്രഖ്യാപനം കേജ്രിവാൾ നടത്തുന്നത്. ഡൽഹിയിലെ സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങളിലും കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതികളും ചൂണ്ടിക്കാണിച്ച് പാർട്ടി രൂപീകരിച്ച അധികാരത്തിലെത്തിയ അരവിന്ദ് കേജ്രിവാൾ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ കഴിയുകയും പുറത്തുവന്ന വനിതാ MP-യെ മർദ്ദിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് ആപ്പിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ED-യുടെ ഇടിവെട്ട് നീക്കം ഇതിനിടെ ഉണ്ടാവുകയാണ്.
മദ്യനയ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലിൽ AAPക്കും കേജ്രിവാളിനുമെതിരെ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് ഇഡിയുടെ നടപടി AAPക്ക് കനത്ത അടിയാണ് നൽകാൻ പോകുന്നത്. AAPയുടെ മുഴുവൻ സ്വത്തുക്കളും കേസുമായി ബന്ധപ്പെട്ട് ED കണ്ടുകെട്ടിയാൽ കേജ്രിവാളും AAPയും പിന്നെ ഉണ്ടാകില്ല. നന്ദി.